ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് UK ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ മക്കളുടെ കൂടെ UK ഇപ്പോൾ ഇവിടെ ഏർലി മോർണിംഗ് ഒരു 3:45 ആയിട്ടുണ്ട്. നാട്ടിലൊരു ഏകദേശം ഒരു 9:50 ആണ് ടൈം. സുഹറിന് വീട്ടിൽ യൂഷ്വലി ഓവർനൈറ്റ് ഓട്സാണ് കഴിക്കാറ്. ഉറങ്ങാൻ കിടക്കുന്നതിൻ്റെ മുന്നേ മിൽക്കിൽ ചിയാ സീഡും ഓട്സൊക്കെ സോക്ക് ചെയ്ത് വെക്കും. പിന്നെ ചോറിന് നീക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഇട്ടാണ് കഴിക്കാറ്. പിന്നെ കഴിക്കാൻ നേരമാണ് മധുരത്തിനനുസരിച്ച് ഹണി ആഡ് ചെയ്യാറ്. അത് കഴിഞ്ഞ് പിന്നെ നിസ്കാരവും ഓത്തൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് കിടക്കും. ടൈം ഇപ്പോൾ 9 o'clock ആയിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് ജസ്റ്റ് പുറത്ത് പോകാനുണ്ട്. മോളെ കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകാനോ. വീട്ടിൽ നിന്നൊരു 10 minutes നടക്കാവുന്ന ദൂരമേ ഉള്ളൂ ഹോസ്പിറ്റലിലോട്ട്. പുറത്തിറങ്ങിയാൽ നമുക്ക് നല്ല വെയിൽ പോലെ തോന്നും, പക്ഷേ നല്ല തണുപ്പാണ് ഇവിടെ. സമ്മർ ആവാനാവുന്നതേ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ ചെറി ബ്ലോസമൊക്കെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഹോസ്പിറ്റലിൽ തന്നെയാണ് എൻ്റെ മോളും ഹസ്ബൻഡും വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ മോളുടെ ഒരു ആവശ്യത്തിന് വന്നതാണ്. ഹോസ്പിറ്റലിലെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റിട്ടേൺ പോവുകയാണ്. വീട്ടിലെത്താറായി. ഇത് വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള ഒരു ചർച്ചാണ്. വീട്ടിലെത്തിയിട്ട് വേണം ഇനി ഇഫ്താറിൻ്റെ പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ. ഇന്ന് പുറത്ത് പോയപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. 2:30 ആയി ഇവിടെ ടൈം. ഇന്ന് പ്ലാന് സ്നാക്കായിട്ട് ബട്ടർഫ്ലൈ ചിക്കനും പിന്നെ സാവുനരിയും പത്തിരിയും കറിയാണ് ചിക്കൻ കറിയാണ് ഉദ്ദേശിക്കുന്നത്. ബട്ടർഫ്ലൈ ചിക്കൻ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. പൊട്ടാറ്റോ പീൽ ചെയ്തതിന് ശേഷം സ്ലൈസ് ചെയ്യുക. ഒന്നുകിൽ കട്ടിംഗ് ബോർഡിലിട്ട് സ്ലൈസ് ചെയ്യുക, അല്ലെങ്കിൽ പീലറിലിട്ട് സ്ലൈസ് ചെയ്യുക. എന്നതിന് ശേഷം ഉപ്പ് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെക്കുക. എന്നതിന് ശേഷം മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ എടുത്ത് അതിൽ ഫില്ല് ചെയ്തതിന് ശേഷം ടൂത്ത് പിക്ക് ഇട്ട് കുത്തിയതിന് ശേഷം ഓയിൽ ഫ്രൈ ചെയ്യുക. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി പത്തിരിൻ്റെ പണിയാണുള്ളത്. ഓൾമോസ്റ്റ് പണിയൊക്കെ കഴിഞ്ഞ് സാവനരി വറവിട്ട് ഇനി പത്തിരി ചുടാനേ ഉള്ളൂ ബാക്കി. പത്തിരി ചുട്ടുകൊണ്ടൊക്കെയാണ്. ഇനി ഫ്രൈ ചെയ്യാനും വെള്ളം കലക്കാനുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാം സെറ്റായിന്. ഇന്നിപ്പോൾ വെള്ളം നമ്മൾ ഓറഞ്ചിൻ്റെ സ്ക്വാഷും പിന്നെ റൂഹബ്സയാണ് കലക്കുന്നത്. ഇത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ പൊട്ടാറ്റോ സ്ലൈസ് എടുത്ത് ചിക്കന് ഫില്ല് ചെയ്തതിന് ശേഷം ടൂത്ത് പിക്ക് എടുത്ത് കുത്തുക. എന്നതിന് ശേഷം ഫ്രൈ ചെയ്യുക. ബട്ടർഫ്ലൈ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ക്രിസ്പിനെസ് ഉണ്ടാകുക. തണുത്താൽ കുറച്ച് സോഫ്റ്റ് ആവും. ഇനി ബാങ്ക് കൊടുക്കാൻ വെയിറ്റ് ചെയ്യുകയാണ്. യൂഷ്വലി ഇങ്ങനെ തന്നെ ഒക്കെ തന്നെയാണ് ഒരു നോമ്പിനുള്ള ഡേ ഇൻ മൈ ലൈഫ്.